ഹലോ ഗൈസ്, ലാഫിംഗ് ബേർഡ് അറ്റ് ജർമ്മനി എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മൈ നെയിം ഈസ് ആദിത്യ. ഐ എം ലിവിങ് ആൻഡ് വർക്കിംഗ് അറ്റ് ജർമ്മനി ഫോർ ലാസ്റ്റ് 2 years. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ജർമ്മൻ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ്. പഠിക്കാം എന്ന് മാത്രമല്ല, എങ്ങനെ നമുക്ക് എക്സാംസ് പാസ്സാവാം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കുറച്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡ്സുമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കുന്നതിന് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ജർമ്മനിയിലുള്ള ലൈഫ് സ്റ്റൈൽ റിലേറ്റഡോ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഞാൻ പഠിച്ചതിനെക്കുറിച്ച് എനിക്ക് ജസ്റ്റ് 2 words ബ്രീഫ് പറയാനാണെങ്കിൽ, ഞാൻ ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്. A1 തൊട്ട് B1 വരെ ഞാൻ നാട്ടിലാണ് പഠിച്ചത്. B2 വന്നിട്ട് ജർമ്മനിയിലും പഠിച്ചു. സോ A1 to P1 ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. B2 മാത്രം ഇവിടെ വന്ന് എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിട്ടിയത്. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട്, അതായത് നമ്മൾ പഠിച്ച ഭാഷകളിൽ നിന്ന് വേറിട്ടൊരു ഭാഷ പഠിക്കുന്നതാണ്. സോ അതത്ര ഈസി ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കണ്ടിന്യൂസ് എഫേർട്ട് കൊണ്ട് നമുക്ക് ഈ ഭാഷ പഠിച്ചെടുക്കാം എന്നുള്ളത് ഈ ജർമ്മനിയിൽ വന്ന ആളുകളെ കൊണ്ട് തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. സോ ഞാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുറച്ച് എഫേർട്ട്ലെസ് ആയിട്ട് ജർമ്മൻ പഠിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് ഞാൻ B1 വരെ പഠിച്ചു വന്നതും. സോ അറിയാത്ത ഒരു ഭാഷ പഠിച്ചെടുത്തതും. അപ്പം നിങ്ങൾക്കും എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക. അതായത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് മെത്തേഡ്സ് ആണ്, എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. മെത്തേഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓൾറെഡി നമ്മളെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരു രീതിയിലുണ്ട്. അതുകൂടാതെ നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എന്ത് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ആദ്യം ഡ്യുവലിംഗോ ആപ്പിൽ ജർമ്മനാണ് ആദ്യമായിട്ട്, മീൻസ് ജർമ്മൻ ഭാഷ വൊക്കാബുലറീസ് ആദ്യം കണ്ടത് ഡ്യുവലിംഗോ ആപ്പാണ്. സോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പരിചയമില്ല, ഇതിന് മുന്നേ ജർമ്മൻ എന്ന് പറയുന്ന ഒരു ഭാഷയായിട്ട് യാതൊരു പഴക്കവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കുന്നതിന് ഒരു 1 month തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡ്യുവലിംഗോ ആപ്പ് വെച്ചിട്ടുള്ള ഓരോ ഗെയിംസും പിന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. സോ അത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് കുഞ്ഞൊരു നമ്മുടെ നേഴ്സറി വേർഡ്സ് പോലെ ജർമ്മനിലെ വേർഡ്സ് നമുക്ക് കുറച്ച് വൊക്കാബുലറീസ് നമുക്ക് ഫെമിലിയർ ആയി തുടങ്ങും. സോ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അപരിചിതത്വം ഉണ്ടല്ലോ ഒരു ഭാഷയുടെ, അത് മാറിക്കിട്ടും. നമുക്ക് ക്ലാസ്സിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് എന്തെങ്കിലും അറിയാമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഓൾറെഡി നമ്മളിൽ വരും ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ. സോ അത് പോസിറ്റീവായിട്ട് കണ്ട് നമ്മളത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഡ്യുവലിംഗോ ആവുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പെർ ഡേ ഒരു 15 to 30 minutes എടുത്ത് നിങ്ങൾ ആ വൊക്കാബുലറീസ് ഒക്കെ ഒന്ന് പരിചയമായി വരിക. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഞാൻ രണ്ടാമത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എനിക്ക് A1. സോ ഈ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് കൂടാതെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് കൂടെ ഇടണം. കാരണം നമ്മൾ വേറെ ഒരു ഭാഷ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ഈ പുസ്തകത്തിലുള്ള ആ ഒരു നോളജ് മാത്രം പോരാ, നമുക്ക് എക്സ്ട്രാ കുറച്ച് നമ്മുടെ എഫേർട്ട് ഇട്ട് കൂടെ കുറച്ച് അറിവ് നേടാനുണ്ട്. സോ അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് പുസ്തകം വായിച്ച് പഠിക്കാനോ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ച് എഫേർട്ട്ലെസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മൊബൈലാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഡ്യുവലിംഗോ ആപ്പ് ഉപയോഗിക്കാം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ, കുറച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ മലയാളത്തിലുള്ള റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകളോ ഇതൊക്കെ കാണുന്നതിന് കുറച്ച് എഫേർട്ട് എടുത്ത് ജർമ്മനിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. സോ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ കുറച്ച് ജർമ്മൻ ഷോസും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ജർമ്മൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ കുറച്ച് ഫിലിംസും കാർട്ടൂൺസും അല്ലെ TV ഷോസും ഒക്കെ ഉണ്ട്. സോ ഞാനതിവിടെ കൊടുക്കാം. നിങ്ങൾക്കത് ഏതെങ്കിലും ഒന്ന് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വൈകുന്നേര സമയങ്ങളിൽ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ ഈ ഷോസും ഈ ഫിലിംസും എടുത്ത് കാണുമായിരുന്നു. സോ ഗൈസ്, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ സബ്ടൈറ്റിൽസ് ഉള്ളതാണ്. സോ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഭാഷ ഈ ലാംഗ്വേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് താഴെ കൊടുത്ത് ഫസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ചെയ്യാം. സബ്ടൈറ്റിൽസ് വെച്ച് ഈ ഷോസ് കാണാം. സോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത് നിക്കോളാസ് വെഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ ഫിലിമുണ്ട്. അത് സിമ്പിളാണ്, പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തേമയുള്ളൊരു ഫിലിമാണ്. സോ നമുക്കത് ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും അതൊരു അരമണിക്കൂർ വെച്ച് കാണാറുണ്ടായിരുന്നു. സോ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണാനും പറ്റും. അതുകൊണ്ട് എനിക്കത് കുറച്ച് ഈസി ആയിട്ട് തോന്നി. ആദ്യത്തെ 1-2 ദിവസം അവരുടെ ആ ഒരു ഭാഷ ക്യാച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നി. സോ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ജർമ്മൻ സീരീസാണ്. സോ ഞാൻ കണ്ടത് എക്സ്ട്രാ ജർമ്മൻ എന്ന് പറയുന്ന ഒരു സീരീസ് ആയിരുന്നു.
കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ജർമ്മൻ ഭാഷയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരിക്കാം. അതുപോലെ തന്നെ അതിന് സബ് ടൈറ്റിലുണ്ട്. സോ അത് നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റിലും അത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. കണ്ടിരിക്കുക മാത്രമല്ല, അതിൽ പറയുന്ന ഓരോ ലാംഗ്വേജിൽ ആ ഒരു വേർഡ്സും നിങ്ങൾ കാണുക, കണ്ട് അങ്ങനെ വേർഡ്സ് ഉണ്ടെന്ന് പരിചയമാകുക. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കാണുന്ന ജർമ്മൻ കാർട്ടൂൺസ് ഉണ്ടല്ലോ, അതെടുത്ത് വെച്ച് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിൽ പോലും നമുക്ക് അതെടുത്ത് വെച്ച് കാണണ്ട, ജസ്റ്റ് കേൾക്കാം അതിൽ പറയുന്ന വേർഡ്സ്. സോ ലിസണിങ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് 4 മൊഡ്യൂൾസ് ഉണ്ടല്ലോ. അപ്പം ലിസണിങ്ങിനും സ്കിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൊക്കാബുലറീസ് നല്ല രീതിയിൽ ഫെമിലിയർ ആവണം. അതുകൊണ്ട് നിങ്ങൾ ഈ കാർട്ടൂൺസ് കാണാനോ കേൾക്കാനോ വെറുതെ ഇരിക്കുന്ന സമയത്ത് കാണാനോ കേൾക്കാനോ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും പറയും ജർമ്മൻ പാട്ടുകൾ കേൾക്കുക. ജർമ്മൻ പാട്ട് വിത്ത് സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അത് കാണുക, അത് കേൾക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ വേർഡ്സ് ഫെമിലിയർ ആവുക. ഇതൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സ്. സോ കുത്തിയിരുന്ന് ജർമ്മൻ പഠിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇതുപോലെ മൊബൈൽ വെച്ചിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഇതിലേതെങ്കിലും 1-2 നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എങ്ങനെയാണ് ആ വ്യത്യാസം എന്നുള്ളത്. നമ്മളൊന്നുമില്ലാതെ ഒരു അറിവുമില്ലാതെ ക്ലാസ്സിൽ പോയിരിക്കുന്നതിൽ നല്ലത് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് 1-2 ആഴ്ച മുന്നേ ഇങ്ങനെ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി എഫക്റ്റീവ് ഫോർ യുവർ ജർമ്മൻ. സോ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു സെക്കൻഡ് മെത്തേഡ് അല്ലെങ്കിൽ ഈ മൊബൈൽ അല്ലാതെ മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ മൊബൈലിൽ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ അറിഞ്ഞതുമായിട്ടുള്ള ഈ ഡ്യുവലിംഗോ വഴിയൊക്കെ അറിഞ്ഞതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വേർഡ്സ് നമ്മൾ ചുമ്മാതെ നമ്മളൊന്നെങ്കിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഈ വേർഡ്സ് പറഞ്ഞ് വർത്താനം പറയാൻ, കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ സെൽഫ് ടോക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു മെത്തേഡ്. പിന്നെ ഗോയിറ്റയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് നോയ ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. അതിലെ ഓരോരോ അതിലകത്തെ ഓരോരോ എക്സസൈസുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ എനിക്ക് എക്സ്ട്രാ പറയാനുള്ളത്, ലാസ്റ്റായിട്ട് ജസ്റ്റ് വേർഡ്സിൽ പറയാനുള്ളത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ടാണ്. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ജർമ്മൻ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് കൂടാതെ എക്സ്ട്രാ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ പഠിക്കാൻ സ്വയമായിട്ട് ശ്രമിക്കുക. അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മാത്രം വെച്ച് നമുക്ക് ജർമ്മൻ ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. അത്രയ്ക്ക് സ്മാർട്ടായിട്ടുള്ളവരായിരിക്കണം. എനിക്ക് ഇത്രയും ഉപയോഗിച്ചതിന് ശേഷമാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ ജർമ്മൻ സ്കിൽസ് കുറച്ചെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം എടുക്കും എന്നുള്ളവരാണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ നേരത്തെ തന്നെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. സോ ഗൈസ്, നമുക്ക് കൺക്ലൂഷനിലോട്ട് വരാം. ഞാൻ ജസ്റ്റ് ഇന്ന് പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് A1 പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പം ജർമ്മൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. പറഞ്ഞ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ജർമ്മൻ കാർട്ടൂൺസോ TV ഷോസോ അല്ലെ ഫിലിംസോ ജസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അതായത് എല്ലാ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ വെച്ചാലും ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യുക. അതിൽ നിന്ന് പുതിയ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ സ്ലാങ് പഠിക്കാൻ ശ്രമിക്കുക. സോ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആകും അപ്പോഴത്തേക്ക്. അപ്പം ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ വേർഡ്സ് ഫെമിലിയർ ആക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്കുകൾ ചെയ്യുക. പഠിച്ചതും കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ഫിയർലെസ് ആയിട്ട് സെൽഫ് ടോക്കിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതുവഴി നമുക്ക് മറ്റുള്ള ഒരാളുമായിട്ട് കോൺവെർസേഷൻ ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജ് പറയാനുള്ള ഒരു ഫിയറും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഗ്രാമേഴ്സ്, അതായത് ഞാൻ പറഞ്ഞത് സെൻറ്റൻസ് മേക്കിങ്ങോ അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം, ഇതിനെക്കുറിച്ചൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വീഡിയോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ വീഡിയോ ആണ്. സോ ഇതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ എടുക്കുക. ഓവർ ടോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത സെക്ഷനിൽ ഞാൻ ആവശ്യമുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. സോ ഇന്നത്തേക്ക് നമ്മൾ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ഗൈസ്.